പാകിസ്ഥാന് ഇതെന്താണ് സംഭവിച്ചത്? ഇസ്രയേൽ ചെയ്യുന്നത് ക്രൂരതയാണെന്നും ലോക സമൂഹം ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തണമെന്നും ഉറക്കെ പറഞ്ഞ പാകിസ്ഥാൻ ഇപ്പോൾ ഇതെന്താണ് സംഭവിച്ചു പോയത്? സ്വന്തം രാജ്യത്ത് നടക്കുന്ന കലാപങ്ങളെ മറച്ചുവെച്ചാണോ ആഗോള പ്രശ്നങ്ങൾക്ക് നിങ്ങൾ പരിഹാരം കാണുന്നത് എന്ന് ചോദിപ്പിക്കും വിധമാണ് അവിടുത്തെ തമ്മിലടികൾ നടക്കുന്നത്. ഇസ്രയേലും ഇസ്രയേലിന്റെ അതിർത്തി രാജ്യങ്ങളും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഷിയ മുസ്ലിം വിഭാഗക്കാരുടെ ഇറാൻ ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സുന്നി മുസ്ലിം രാജ്യമായ സൗദി അറേബ്യ അടക്കം ഇസ്രയേലിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനും ഈ കാര്യത്തിൽ ഇസ്രയേലിനെതിരെ നിലപാടെടുത്ത മുസ്ലിം രാഷ്ട്രം തന്നെയാണ്. എന്നാൽ ഷിയ സുന്നികൾ എവിടെ ഒരുമിച്ച് നിൽക്കുന്നു അവിടെ കലാപം നടക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാകിസ്ഥാൻ. നിരന്തരം നമ്മുടെ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഫണ്ട് ചെയ്യുന്ന പാകിസ്ഥാനെ ഒതുക്കാൻ നോക്കുന്ന ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലും നമ്മുടെ സംഘടനകളും ഒക്കെ ഉറ്റുനോക്കുന്നത് ഇപ്പൊ പാകിസ്ഥാന്റെ മണ്ണിലേക്കാണ്. എന്താണ് സംഭവമെന്നല്ലേ വിശദമായിട്ട് തന്നെ നമുക്ക് പരിശോധിക്കാം. നവംബർ 21-ന് പാകിസ്ഥാനിലെ ബഗാൻ പട്ടണത്തിൽ 45-ലധികം ഷിയ സഞ്ചാരികളെ തീവ്രവാദികൾ കൂട്ടക്കൊല ചെയ്തതിനു ശേഷം പാകിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറൻ ഖൈബർ പഷ്തൂൺഖ പ്രവിശ്യയിലെ മനോഹരമായിരുന്ന കുറം ജില്ലയുടെ സ്വഭാവം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അതൊരു കലാപ ഭൂമിയാണ്. ഒരേ മതവിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ട് പോലും വ്യത്യസ്ത വിഭാഗങ്ങൾ എന്നത് മുൻനിർത്തി ഇരു കൂട്ടർക്കുമിടയിൽ കലാപം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനുശേഷം നടന്ന ഷിയ സുന്നി ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 64 പേരാണ് കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച രാത്രിയിൽ കൊല്ലപ്പെട്ട 21 പേർ ഉൾപ്പെടെ ഇതോടെ 64 പേര് കൊല്ലപ്പെട്ടുവെന്നാണ് ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നത്. വിഭാഗീയ കൊലപാതകങ്ങൾ പാകിസ്ഥാനിൽ വളരെ സാധാരണമാണ്. ഭരണപരാജയങ്ങൾ, ഗോത്രവർഗ മത്സരങ്ങൾ, ഭൗമരാഷ്ട്രീയ സ്വാധീനങ്ങൾ എന്നിവയിൽ വേരൂന്നിയ ആക്രമണത്തിന്റെ ചരിത്രമാണ് കുറം ജില്ലയ്ക്ക് പറയാനുള്ളത്. ഇന്നും 2 വിഭാഗങ്ങൾക്കിടയിലെ പോര് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കാബൂളിന്റെ തെക്കും കിഴക്കുമായി അഫ്ഗാൻ പ്രവിശ്യകളായ ലോഗർ, പങ്ക്തിയ, ഗോസ്റ്റ്, നങ്കർഹാർ എന്നിവയോട് ചേർന്നാണ് കുറം ജില്ല സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ പടിഞ്ഞാറ് 192 കിലോമീറ്റർ ഡ്യൂറൻസ് ലൈനിലൂടെ ഒന്നിലധികം അതിർത്തി ക്രോസിംഗുകളും ഉണ്ട്. ചരിത്രപരമായ പെയ്യാർ കോട്ടാൽ കടന്നുപോകുന്നത് ഇതിലൂടെയാണ്. അഫ്ഗാൻ തലസ്ഥാനത്തിലേക്കുള്ള പാത കൂടിയാണ് ഇത്. 2023 സെൻസസ് പ്രകാരം കുറമിലെ 7.85 ലക്ഷം ജനസംഖ്യയിൽ 99% ടൂറി, ഭങ്കാഷ്, സൈമുഷ്ത്, മംഗൽ, മുക്ബൽ, മസുസായി, പരച്കാനി എന്നീ ഗോത്രങ്ങളിൽ ഉൾപ്പെട്ട പഷ്തൂണുകളാണ്. ചില ബംഗ്ലാഷുകളും ഷിയകളാണ്. ബാക്കിയുള്ളവരൊക്കെ തന്നെ സുന്നി വിഭാഗക്കാരാണ്. 2018 പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ജില്ലയിലെ ജനസംഖ്യയുടെ 45% ഷിയാകളാണുള്ളത്. പാകിസ്ഥാനിലെ മൊത്തത്തിലുള്ള ജനസംഖ്യയിൽ അവരുടെ 10 മുതൽ 15% വിഹിതം 3 ഇരട്ടിയിലധികമാണ്. ഭൂരിഭാഗം ഷിയകളും അപ്പർ കുറത്തിലാണ് താമസിക്കുന്നത്. താഴെയും മധ്യകുറമിലും സുന്നികളാണ് ആധിപത്യം പുലർത്തി വരുന്നത്. സുന്നി ആധിപത്യമുള്ള തഹസീലുകളേക്കാൾ മികച്ച സാക്ഷരതയും സാമ്പത്തിക വികസന സൂചകങ്ങളും അപ്പർ കുറമിലാണ് ഉള്ളത്. പാരചിനാർ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് പെഷവാർ പ്രവിശ്യ ആസ്ഥാനത്തേക്കുള്ള റൂട്ട് ബഗാൻ ലോവർ കുറമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് ഇന്നത്തെ അപ്പർ ലോവർ കുറം പ്രദേശങ്ങളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഷിയ ടൂറികളായിരുന്നു. എന്നാൽ കാലക്രമേണ അപ്പർ കുറത്തിൽ മാത്രമായി അവരുടെ ജനസംഖ്യ പരിമിതപ്പെട്ടു. ചില ഗവൺമെന്റ് കണക്കുകൾ പ്രകാരം തഹസിലിന്റെ ജനസംഖ്യയുടെ 83% ഷിയയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും വിഭാഗീയതയുടെ വിത്തുകൾ ഈ മണ്ണിൽ സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും നിരന്തരമായ ഗോത്രവർഗ മത്സരങ്ങളുടെയും സമൃദ്ധിയുടെ ഏറ്റക്കുറച്ചിൽ മുൻനിർത്തി പ്രശ്നങ്ങൾ ആരംഭിക്കാറുണ്ട്. ഒരു പ്രദേശത്തെ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരവും ഇതിന് ആക്കം കൂട്ടാറുണ്ട്. വടക്കു പടിഞ്ഞാറൻ അതിർത്തി നിയന്ത്രിക്കാൻ ബ്രിട്ടീഷുകാർ രക്ഷാകർതൃത്വവും കൈക്കൂലിയും ഉപയോഗിച്ചത് ചില ഗോത്രങ്ങൾക്കും വംശങ്ങൾക്കും പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഇത് ഭൂമി തർക്കങ്ങളുടെ രൂപത്തിലുള്ള വംശീയ വിദ്വേഷത്തിലേക്കാണ് എത്തിപ്പെട്ടത്. ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം ഈ പ്രദേശം ഭരിക്കുന്ന രീതിക്ക് വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല. കുറം പിന്നീട് ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബൽ ഏരിയയുടെ, അതായത് FATA ഭാഗമായി തീർന്നു. 2018 കാലഘട്ടം വരെ 20-ാം നൂറ്റാണ്ടിലെ നിയമങ്ങളായിരുന്നു അവിടെ നടപ്പിലാക്കി പോന്നത്. അതിനുശേഷം FATA ഖൈബർ പഷ്തൂൺഖയുമായി ലയിക്കുകയായിരുന്നു. ശീതയുദ്ധ കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരേ സമയം തന്നെ നടന്ന സംഭവ വികാസങ്ങൾ ഇന്നത്തെ പിരിമുറുക്കങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്നാണ് ഞാനിന്ന് പറയുന്നത്. 1979 ഇറാനിൽ ഉടലെടുത്ത ഇസ്ലാമിക വിപ്ലവവും ഷിയ വിഭാഗക്കാരുടെ ആധിപത്യവും സുന്നി വിഭാഗക്കാർ കൂടുതൽ ജീവിക്കുന്ന സൗദി അറേബ്യയുമായുള്ള ഭൗമരാഷ്ട്രീയ മത്സരത്തിന് കാരണമാവുകയുണ്ടായി. ഇറാനികളും സൗദികളും യഥാക്രമം ഷിയ സുന്നി ഗ്രൂപ്പുകളെ പിന്തുണച്ചതോടെ പാകിസ്ഥാനിലെ കുറം ഒരു പ്രോക്സി യുദ്ധക്കളമായി മാറുകയായിരുന്നു. രണ്ടാമത്തെ സംഭവം നടക്കുന്നത് സോവിയറ്റ് യൂണിയനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന്റെ കാലഘട്ടത്തിലാണ്. 1979 മുതൽ 89 വരെ ഒരു പതിറ്റാണ്ട് നീണ്ട സോവിയറ്റ് അഫ്ഗാൻ യുദ്ധം നടക്കുകയാണ്.
ഈ സമയത്ത് കുറം US പിന്തുണയുള്ള മുജാഹിദ്ദീനുകളുടെ ഒരു ലോഞ്ചിങ് പാഡായി രൂപാന്തരപ്പെട്ടു. അതുപോലെ തന്നെ സുന്നി അഫ്ഗാനികൾക്ക് പോരാട്ടത്തിൽ നിന്ന് പലായനം ചെയ്യേണ്ടതായിട്ടും വന്നു. യുദ്ധം നീണ്ടുപോയതോടെ കുറം സായുധ സേനകളുടെ സ്ഥലമായി പരിവർത്തനപ്പെട്ടു. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഷിയ വിരുദ്ധരായ പാകിസ്ഥാൻ താലിബാനും ഇസ്ലാമിക സ്റ്റേറ്റും ഉൾപ്പെടെ നിരവധി തീവ്രവാദ ഗ്രൂപ്പുകൾ കുറമിനെ തങ്ങളുടെ താവളമാക്കി മാറ്റുകയുണ്ടായി. അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയും പർവ്വത പ്രദേശങ്ങൾ തങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കുകയും ചെയ്തതാണ് ഈ സായുധ സംഘടനകൾ. 1977 മുതൽ 1988 വരെ പാകിസ്ഥാന്റെ സൈനിക ഭരണാധികാരിയായിരുന്ന ജനറൽ സിയ ഉൽ ഹഖിന്റെ നയങ്ങൾ കുറമിലെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായ മൂന്നാമത്തെ പ്രധാന ഘടകമാണ്. സുന്നി ഇസ്ലാമിക വൽക്കരണം സിയയുടെ രാഷ്ട്രീയ പദ്ധതിയുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു. അത് പാകിസ്ഥാനിലുടനീളം വിഭാഗീയ സംഘർഷങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു. കുറമിൽ ഷിയ ടുറിയെ ദുർബലപ്പെടുത്താൻ സുന്നി അഫ്ഗാൻ അഭയാർത്ഥികളുടെ കടന്നുകയറ്റം സിയ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെയും പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ടേയിരുന്നു. ഈ ഘടകങ്ങളൊക്കെയാണ് ഇന്നത്തെ കുറമിൻ്റെ അവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളായി വർത്തിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ ഉയർച്ചയ്ക്ക് ശേഷം കുറമിലെ ജനതയ്ക്കിടയിൽ പ്രശ്നങ്ങൾ സങ്കീർണമായി മാറിക്കൊണ്ടേയിരുന്നു. 2007-നും 2011-നും ഇടയിൽ 2000-ലധികം ആളുകളാണ് ഈ പേരിൽ കൊല്ലപ്പെട്ടത്. ഷിയകളും സുന്നികളും ഉൾപ്പെടെയുള്ളവരുടെ കണക്കാണ് ഈ പറഞ്ഞത്. 5000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ നിന്നും പലായനം ചെയ്യപ്പെട്ടത്. പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ വർഷം ജൂലൈ അവസാനം മുതൽ പാരച്ചിനാറിന് തെക്ക് ഭാഗത്തുള്ള മാലി ഖേൽ എന്ന ഉപഗോത്രവും പ്രധാനമായും സുന്നി മദ്ഖി കലായ് ഗോത്രവും തമ്മിലുള്ള ഭൂമി തർക്കം ഏകദേശം 50 പേരുടെ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരേ മതവിഭാഗത്തിലാണെങ്കിൽ പോലും ഷിയ സുന്നി തർക്കം ഇന്നും ഒരു പ്രധാന വിഷയമായി മാറുന്നത് എന്ന് കൂടി ഞാൻ പറയാം. ഈ 2 വിഭാഗക്കാരും ഇസ്ലാമിൻ്റെ മിക്ക അടിസ്ഥാന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇരുവരും തമ്മിലുള്ള വിഭാഗീയതയ്ക്ക് ഏകദേശം 14 നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ നേതാവായി ആരുടെ പിൻഗാമിയാകണമെന്ന തർക്കത്തിലാണ് ഇരു കൂട്ടരെയും തമ്മിലുള്ള വിഭാഗീയതയ്ക്ക് ആധാരമാകുന്നത്. ലോകമെമ്പാടുമുള്ള ഏകദേശം 1.6 ബില്യൺ മുസ്ലിങ്ങളിൽ 85% സുന്നികളാണ്. 15% ഷിയാകളുള്ളത്. ഇറാൻ, ഇറാഖ്, ബഹ്റിൻ, അസർബൈജാൻ എന്നിവിടങ്ങളിലെ ജനസംഖ്യയുടെ ഭൂരിപക്ഷത്തെയും ലബനിലെ ബഹുഭൂരിപക്ഷത്തെയും പ്രതിനിധീകരിക്കുന്നത് ഷിയകളാണെങ്കിലും മൊറോക്കോ മുതൽ ഇന്തോനേഷ്യ വരെ മറ്റ് 40-ലധികം രാജ്യങ്ങളിൽ സുന്നികളാണ് ഭൂരിപക്ഷം ഉള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും സുന്നിയും ഷിയയും പരസ്പരം സ്നേഹത്തോടെയും ഒരുമയോടും തന്നെ ജീവിച്ച ഒരു ചരിത്രം കൂടിയുണ്ട്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ മതപരവും രാഷ്ട്രീയവുമായ ആധിപത്യത്തിനു വേണ്ടി സുന്നി ഷിയ ഇസ്ലാം വിഭാഗങ്ങൾക്കിടയിൽ പോരാട്ടം ആരംഭിക്കുകയാണ് ഉണ്ടായത്. മിഡിൽ ഈസ്റ്റിൻ്റെ പല ഭാഗങ്ങളിലും ഭിന്നത രൂക്ഷമാകുകയും കാര്യങ്ങൾ ആക്രമണത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. മുസ്ലിം മതവിഭാഗത്തിലെ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ശേഷം ആര് എന്ന തർക്കമാണ് ഷിയ സുന്നി തർക്കത്തിൻ്റെ മൂല കാരണം തന്നെ. പരമ്പരാഗത അറബ് ആചാരം അല്ലെങ്കിൽ സുന്ന എന്ന ആചാരം പിന്തുടർന്ന് ജീവിക്കുന്ന വ്യക്തിയെ പിൻഗാമിയായി തിരഞ്ഞെടുക്കണമെന്നും മുഹമ്മദിൻ്റെ സഹചാരിയായ അബൂബക്കർ ആദ്യത്തെ ഖലീഫയായിരിക്കണമെന്നും വിശ്വസിച്ചവരാണ് ഈ സുന്നി വിഭാഗക്കാർ. അതേസമയം മകനില്ലാത്ത മുഹമ്മദ് നബിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാകണമെന്ന് ആഗ്രഹിച്ച വിഭാഗക്കാരാണ് ഈ ഷിയ. ഇതിനായി അദ്ദേഹത്തിൻ്റെ ബന്ധുവും മരുമകനുമായ അലിയെയാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി അവർ കണ്ടത്. ഈ സംഘം അലിയുടെ അനുയായികൾ എന്ന് അറിയപ്പെട്ടു. അറബിയിൽ ഷിയത്ത് അലി, ലളിതമായി പറയുകയാണെങ്കിൽ ഷിയ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ തർക്കത്തിൽ വിജയിച്ചത് ശരിക്കും സുന്നിക്കാരാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ആദ്യത്തെ ഖലീഫയായി ചുമതലയേൽക്കുന്നത് മുഹമ്മദ് നബിയുടെ അടുത്ത സുഹൃത്ത് അബൂബക്കറിനാണ്. എന്നാൽ ചരിത്രത്തിൽ ഖലീഫയുടെ റോളിലേക്ക് ഷിയാക്കാരുടെ അലിയും എത്തിച്ചേർന്നു. 4ാമത്തെ ഖലീഫയായിട്ടായിരുന്നു അലി സ്ഥാനമേറ്റത്. എന്നാൽ അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന 2 ഖലീഫമാരും വധിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ സ്ഥാനം ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇത് കേവലം മതപരമായ ഒരു പ്രശ്നമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നു. അധികാരമായിരുന്നു ഇരുവരുടെയും പ്രധാന വിഷയം. എന്തായാലും ഈ പ്രശ്നങ്ങൾ നൂറ്റാണ്ടുകൾക്കിപ്പുറവും സജീവമായി നിലനിൽക്കുകയാണ് എന്നതാണ് സങ്കടകരം. അതാണ് നമ്മുടെ അയൽ രാജ്യത്തു നിന്നും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമ്മളോട് പറയുന്നത്. ആഗോളതലത്തിൽ ഷിയ രാജ്യമായ ഇറാനും ജൂതരാഷ്ട്രമായ ഇസ്രയേലും തമ്മിൽ യുദ്ധത്തിലേർപ്പെടുന്ന അതേ സമയം ഈ യുദ്ധത്തിൽ ഇസ്രയേലിനെതിരെ നിലപാടെടുക്കുകയും ഇറാനെ പിന്തുണയ്ക്കുകയും ചെയ്ത അതേ പാകിസ്ഥാൻ അവരുടെ രാജ്യത്ത് നടക്കുന്ന ഈ കലാപം എന്തുകൊണ്ടാണ് കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.